ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണു അല്ലേ? അങ്ങനെ ശുഭമായിട്ടിരിക്കണം. ഈ പുണ്യ ദിനഭാവത്തിലാണ് ഇവർക്കും സന്തോഷപ്രദമാകണ ഒരു അറിവാണ് ഷെയർ ചെയ്യണത്. നമ്മൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അതുപോലെ ദുഃഖം വന്നു കഴിഞ്ഞാൽ കണ്ണീര് വീഴ്ത്താത്തവരും വളരെ തുലവും കുറവാണ്. ഇവിടെ ഭഗവാൻ പറയണു, ശ്രീകൃഷ്ണ പരമാത്മാവ് പറയണു, യുക്തിയോട് ചിന്തിച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണുകൾക്ക് കരയേണ്ടിയതായിട്ട് വരികയില്ല. ഭഗവാന്റെ വചനം ഞാനങ്ങോട്ട് പറയുകയാണ്. പ്രതിസന്ധിയായിട്ടുള്ള ഘട്ടങ്ങൾ എന്ത് തന്നെ വന്നാലും, മാരകമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു കഴിഞ്ഞാലും, കടബാധ്യതകളാൽ മൂടപ്പെട്ടാലും ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഭയത്തിൻ്റെ നിഴലിലേക്ക് പോലും കൊണ്ടുവരരുത്. എന്തായാലും ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്ത്യവും ഉണ്ട്. പക്ഷെ ഭയന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രഥമ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഭയപ്പാട് വിട്ടകറ്റി നല്ല പ്രവണതകൾ, നല്ല പ്രവൃത്തികൾ അങ്ങോട്ട് അനുഷ്ഠിക്കുക. ചിന്തിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ഉളവാകരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആകാശത്തിനെ പോലെയാണ്, അന്തമില്ലാത്തതാണ്. ചിന്തിച്ചില്ലെങ്കിലോ ഒരു വിഷയമില്ല. ഇന്ന് ഞാൻ പ്രതിപാദ്യം ചെയ്യാൻ പോകുന്ന കർമ്മം എന്ന് പറയുന്നത്, നാളെ ബുധനാഴ്ചയാണ്. ബുധൻ എന്ന് വെച്ചാൽ മംഗളകാരകനാണ്. മംഗളമായിട്ടുള്ള കർമ്മതലങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ സ്ഥാനഭാവത്തിൽ നിൽക്കുന്ന ദേവൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. അത് നമ്മുടെ തൊട്ടടുക്കലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലെ അങ്ങനെ എണീക്കുക. വൃദ്ധാനുഷ്ഠാനമൊന്നും അല്ല കേട്ടോ. അന്ന് പ്രഭാതത്തിൽ ചെയ്യുക, തിരികെ വരിക, ബാക്കിയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക, അത്രയേ ഉള്ളൂ. രാവിലെ അങ്ങനെ എണീക്കുക, നല്ലതുപോലെ ശരീരശുദ്ധി വരുത്തുക, നല്ല ശുഭ്രവസ്ത്രം ധരിക്കുക, നേരെ ക്ഷേത്രത്തിലേക്ക് അങ്ങ് യാത്ര തിരിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിൽ ഇല്ലാതെ അങ്ങോട്ട് പോകുവാൻ പാടുള്ളതല്ല. അത് നമ്മൾ എവിടെ പോയിരുന്നാലും, ക്ഷേത്രം എന്ന് തന്നെയല്ല, നമ്മളൊരു മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയിരുന്നാലും ശരി തന്നെ, എന്തെങ്കിലും ഒരു ദ്രവ്യം കൊണ്ടുവരുന്നു നമ്മളവിടേക്ക് ചെല്ലുവാൻ. എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, ശൂന്യമായി പോയി കഴിഞ്ഞാൽ അതേപോലെയാകും നമ്മളുടെ ജീവിതവും എന്നാണ്. അന്നേരം എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? നല്ല തുളസിഹാരം,
അങ്ങനെ ഒരു തുളസിഹാരം നമ്മുടെ കരങ്ങളാൽ അങ്ങ് കെട്ടുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്നുച്ചരിച്ചുകൊണ്ട് വേണം ഇത് കെട്ടുവാൻ. അല്ലാതെ കൊതിഞ്ഞുണയും പറഞ്ഞുകൊണ്ട് കെട്ടുവാൻ നിൽക്കരുത്. അതുപോലെ തന്നെ തുളസി ദളം പൊട്ടിച്ചെടുക്കുമ്പോൾ ഓം നമോ ഭഗവതേ നാരായണ എന്നോ ഓം ശ്രീം ലക്ഷ്മിയേ നമ എന്നോ ചൊല്ലി വേണം പൊട്ടിക്കുവാൻ. ശേഷം ഹാരം അങ്ങോട്ട് കെട്ടി നല്ലതുപോലെ ശുദ്ധമായ ജലത്തിൽ കഴുകി തുശനിലയിൽ അങ്ങോട്ട് വെച്ച് നേരെ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് പോവുക. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ മനസ്സ് ഭഗവാനിൽ മാത്രമായിരിക്കണം അർപ്പണം. ഇനി അതിനു മുമ്പൊരു കാര്യം പറയാൻ വിട്ടുപോയി. തലേന്ന് തന്നെ ശുദ്ധമായിട്ടുള്ള പശുവിൻ വെണ്ണ നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കണത് എടുക്കരുത്. വെണ്ണ കിട്ടുവാൻ സാഹചര്യമുള്ള സ്ഥാനം, ഇനിയിപ്പം മുട്ടിയ പക്ഷാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചോളൂ. നമുക്ക് വെണ്ണ കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കടയിൽ നിന്നുള്ളത് മേടിക്കരുത്. അതിലൊരിച്ചിരി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇച്ചിരി വെണ്ണ, ഒരു മാല, പിന്നെ ഒരു 3 കദളിപ്പഴം, 3 കദളിപ്പഴം, ഇത്രയും ദ്രവ്യങ്ങളുമായിട്ട് വേണം നമ്മൾ ഭഗവാന്റെ അടുക്കിലേക്ക് പോകാൻ. എന്നിട്ട് നേരെ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ വഴിപാടിനെ റെസിപ്റ്റ് എടുക്കണ സ്ഥലത്തെത്തി നമ്മുടെ നാമധേയം, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ അനുഷ്ഠിക്കുന്നത് അവരുടെ നാമധേയം, പിന്നെ ജന്മനക്ഷത്രം, ഇതങ്ങോട്ട് റെസിപ്റ്റ് എടുക്കുക. എന്ത് പറഞ്ഞാണ്? രാജഗോപാല മഹാമന്ത്രാർച്ചന എന്ന് പറഞ്ഞു വേണം റെസിപ്റ്റ് എടുക്കുക. നേരെ ക്ഷേത്രത്തിനകത്ത് ഉപദേവന്മാരെയെല്ലാം തൊഴുത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ഭഗവാന്റെ മണ്ഡപത്തിൽ സമർപ്പിച്ച് തിരുമേനിയുടെ കയ്യിൽ റെസിപ്റ്റും ഏൽപ്പിച്ച് പ്രദക്ഷിണം ചെയ്യുക. ഓം കൃഷ്ണ ക്ലീം എന്നുള്ള മഹാമൂലമന്ത്രത്താൽ അങ്ങനെ പ്രദക്ഷിണം ചെയ്ത്, അത് എത്ര പ്രദക്ഷിണം ചെയ്യാമോ അത്രയും പ്രദക്ഷിണം ചെയ്യുക. ഇവിടെ കണക്കൊന്നുമില്ല. നമുക്ക് എത്ര പ്രദക്ഷിണമാണോ ഭഗവാന് ചെയ്യുവാൻ മോക്ഷദായകമാണ് പ്രദക്ഷിണം എന്ന് പറയുക. പ്രദക്ഷിണമൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേന് തിരുമേനി രാജഗോപാല മന്ത്രാർച്ചനയും ഹാരമൊക്കെ അണിയിച്ച് കദളിപ്പഴമൊക്കെ ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് കൊടുത്ത് നിവേദിച്ച്, വെണ്ണയൊക്കെ അങ്ങോട്ട് നിവേദിച്ച്, അതിൻ്റെ പ്രസാദമെല്ലാം നമുക്ക് തരും. ആ തീർത്ഥവും പ്രസാദവും, തീർത്ഥം സേവിക്കുക, പ്രസാദം തൊടുവാൻ നിൽക്കരുത്. നേരെ നാലമ്പലമുള്ള ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിൽ നാലമ്പലത്തിൻ്റെ ഒരു സൈഡിൽ അങ്ങോട്ട് വന്നിരിക്കുക. ഒരു 10 നിമിഷാർത്ഥ നേരം അവിടെ ഇരിക്കണമെന്നാണ്. ഭഗവാനെ നോക്കി അങ്ങോട്ട് ഇരിക്കണം. രാധാദേവി നോക്കിയിരുന്നത് പോലെ, മീരാദേവി ഭജനമിരുന്നത് പോലെ കുറച്ചു നേരം ഭഗവാനെ നോക്കിയിരിക്കുക. എന്നിട്ട് ഉദ്ദിഷ്ടമായത് എന്താണോ നിനയ്ക്കുക. നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ, നമ്മൾ മനസ്സിനകത്ത് എന്താണോ ഭഗവാനിൽ നിന്ന് നേടുവാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതങ്ങോട്ട് സങ്കല്പിക്കാം. അതൊരൊറ്റ കർമ്മയാകാവും, ഒരെണ്ണയാകാവും, കൃത്യമായിട്ട് നടന്നിരിക്കും. ഇതൊന്ന് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയിട്ട് ഫലം എങ്ങനെയായി എന്ന് കൃത്യമായിട്ടും വന്ന് മെസ്സേജ് ചെയ്യുക.
ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയാണ്. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പോകേണ്ടുന്നത്. മറക്കാതെ നാളെ തന്നെ അനുഷ്ഠിച്ചുകൊള്ളുക. മംഗളകർമ്മങ്ങൾക്ക് ഒരു തുടക്കമായിക്കോട്ടെ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.